ഹായ് ഗൈസ്, വെൽക്കം ടു സണി തോട്ട്സ്. സുധാ കൊങ്കരയുടെ പരാശക്തി ട്രെയിലർ വന്ന സമയം തൊട്ട് ഞാൻ വളരെയധികം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ചിത്രമായിരുന്നു പരാശക്തി. അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ തമിഴ് പടം സാധാരണ പോയി കാണാറില്ല. പ്രത്യേകിച്ച് ശിവകാർത്തികേയനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പടം ആദ്യം തൊട്ടേ കാണണം എന്നാഗ്രഹിച്ചൊരു പടമായിരുന്നു. ഇന്ന് സിനിമ കണ്ടു. പേഴ്സണലി ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഈ സിനിമ 1960കളിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് നോക്കാം. സുറൈ പോട്ടർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സുധാ കൊങ്കര ചെയ്ത ചിത്രമാണ് പരാശക്തി. സുറൈ പോട്ടർ പക്ഷേ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ ഒരുപാട് ചർച്ചയായ ഒരു സിനിമയാണ്. അപ്പോൾ അതിനുശേഷം ശിവകാർത്തികേയനായിട്ടൊരു പടം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയായിരുന്നു. കാരണം ശിവകാർത്തികേയൻ ഇപ്പോൾ അടുത്ത വിജയ്, അതായത് വിജയ് തന്നെ തുപ്പാക്കി കൈമാറിയതാണല്ലോ ശിവയ്ക്ക്. അപ്പോൾ ഈ തുപ്പാക്കി കൈമാറിയ ശേഷം ശിവയ്ക്ക് പ്രോജക്റ്റ് ഒന്നും അത്ര നന്നായിട്ട് വന്നില്ല. എസ്പെഷ്യലി മദ്രാശി പോലുള്ള പടങ്ങളൊന്നും വിചാരിച്ച പോലെ ബോക്സ് ഓഫീസിൽ ക്ലിക്കായില്ല. അപ്പോൾ ഈ സുധാ കൊങ്കര പോലൊരു ഡയറക്ടറുമായിട്ട് ശിവകാർത്തികേയൻ പടം ചെയ്യുമ്പോൾ എന്തായിരിക്കും രണ്ടുപേരും ചെയ്യാൻ പോകുന്നതെന്നുള്ള എക്സൈറ്റ്മെൻറ്റാണ് എന്നെ ഈ ചിത്രത്തിലേക്ക് ഏറ്റവും ആദ്യം ആകർഷിച്ചത്. ഞാൻ വിചാരിച്ച പോലെ ഒരു ക്വാളിറ്റി സിനിമ തന്നെയാണ് പരാശക്തി. ഈ സിനിമയിൽ ആദ്യം ശിവകാർത്തികേയന് പകരം സൂര്യയായിരുന്നു എന്നും അഥർവയ്ക്ക് പകരം ദുൽഖറായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അത് കുറച്ചും കൂടി ഒരു സ്റ്റാർഡം വൈസ് നോക്കുമ്പോൾ നല്ല കാസ്റ്റായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അഥർവ ചെയ്തിരിക്കുന്ന റോള് അഥർവയ്ക്ക് തന്നെയാണ് സ്യൂട്ടായിട്ടുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, ശിവകാർത്തികേയൻ നന്നായിട്ട് ഈ റോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സൂര്യ ചെയ്തിരുന്നെങ്കിൽ വേറൊരു ലീഗിലേക്ക് എത്തിയേനെ. പിന്നെ ഇതിൽ വില്ലൻ റോൾ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ജയൻ രവിയാണ്. അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാordinary വലിയ വില്ലനിസം ഒന്നും കാണിക്കാനില്ല. പക്ഷേ ഉള്ള റോള് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രീലീലയാണ് നായിക. ശ്രീലീലയെ നന്നായിട്ട് എത്തുന്നുണ്ട്. പിന്നെ 2-3 സർപ്രൈസ് കാമിയോസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സർപ്രൈസ് കാമിയോ ഉണ്ട്. ആ കാമിയോ കാണേണ്ടത് തന്നെയാണ്. അത് ആ സിനിമയുടെ ഒരു പ്രത്യേക പൊസിഷനിലാണ് വരുന്നത്. അത് നല്ല ഓളമായിരുന്നു. ഈ അന്യഭാഷയിൽ പോയിട്ട് തല്ലിപ്പൊളി കാമിയോ റോളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ തല്ലിപ്പൊളി റോളുകൾ ചെയ്യുന്ന നമ്മുടെ ജയറാമേട്ടനെ പോലുള്ളവർ ഇതൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 60കളിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് ഈ സിനിമയിൽ പറയുന്നത്. 60കളുടെ സെറ്റിങ് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഒരു ട്രെയിൻ വരുന്ന സീനിൽ തന്നെ നമുക്ക് ആ ഷോട്ടിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. മേക്കിങ്ങിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. 150 കോടി രൂപയോളം ബഡ്ജറ്റിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അത് അതിനകത്ത് കാണാനുണ്ട്. കാരണം ഇത് നടന്മാരുടെ റിന്യൂമിനേഷന് വേണ്ടി ചിലവാക്കിയ കാശല്ല, ആ സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളതാണ്. അത് എടുത്തു പറയാൻ കാരണം, ഞാൻ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എപ്പോഴും ക്വാളിറ്റിയുള്ള സിനിമകൾ കാണാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാൽ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുന്ന സിനിമകളിൽ ഒരു 3/4 ഭാഗത്തോളം നടനായിരിക്കും മേടിക്കുന്നത്. ബാക്കി നിസ്സാര പൈസക്കായിരിക്കും സിനിമ എടുത്തു വെച്ചിട്ടുണ്ടാവുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞാൽ 150 കോടി രൂപയുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ സിനിമയുടെ ഫ്രെയിംസിൽ എല്ലാത്തിലും കാണാനുണ്ട്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടി വരും. ജി വി പ്രകാശാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ജി വി പ്രകാശ് എപ്പോഴും എനിക്കൊരു അണ്ടർറേറ്റഡ് മ്യൂസീഷ്യനായിട്ട് തോന്നിയിട്ടുണ്ട്. അതിവിടെയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഗുഡ് ബൈ ഡേകളെയൊക്കെ ജി വി ആണല്ലോ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും മറ്റ് മ്യൂസീഷ്യൻസിന് കിട്ടുന്ന അത്ര അപ്രിസിയേഷൻസ്, ഫാൻ ഫോളോയിങ് ജി വിക്ക് ഇല്ലാതെ എനിക്ക് തോന്നാറുണ്ട്. ഇതിൽ തന്നെ ശിവകാർത്തികേയൻ്റെ എൻട്രി സമയത്തൊരു BGM ഉണ്ട്. അത് ഇൻ്റർവൽ പോർഷനിലും വരുന്നുണ്ട്. ഉഗ്രം BGM ആണ്. അത് തിയേറ്ററിൽ കേൾക്കുമ്പോൾ അതൊരു ഭയങ്കര ആംബിയൻസ് ആയിരുന്നു. ഈ സിനിമ നല്ല കിടിലൻ സ്റ്റാർട്ടിൽ തുടങ്ങിയിട്ട് ഒരിത്തിരി സ്ലോ ആവും. അതെല്ലാ സിനിമകളും അങ്ങനെയുള്ളൂ. കഥ വന്നു കഴിയുമ്പോൾ ഒരിത്തിരി സ്ലോ ആവും. പിന്നെ ഇൻ്റർവൽ പോർഷനിലേക്ക് വരുമ്പോഴേക്കും ഒരു ഹൈ മൊമെൻറ്റിലേക്ക് എത്താണ്. പിന്നെ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. പടത്തിൻ്റെ മൊമെൻറ്റം നല്ല രീതിയിൽ കീപ്പ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ മികച്ച ഡയറക്ഷൻ, നല്ല അടിപൊളി പെർഫോമൻസുകൾ, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ്, ഇത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് പരാശക്തിക്ക് ടിക്കറ്റ് എടുക്കാം.